അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞൊരു പേപ്പർ പീസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ എവരി വൺ, വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക് ജെയിംസ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ജർമ്മൻ പ്രൊനൗൺസിയേഷൻ്റെ ഒരു പാർട്ട് 4ലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ അൾട്ടിമേറ്റ് ഗൈഡ് ടു ജർമ്മൻ പ്രൊനൗൺസിയേഷൻ. ദ ഫസ്റ്റ് വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സെൻറ്റൻസ് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ്: ആം ബോഹനൻ്റെ പ്ലാന ഈഷ് ഐനൻ മൂഡ്ലോപ്പ് എന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഇതിൻ്റെ മീനിങ് നിങ്ങൾ കാണുന്നുണ്ട്. ഞാനൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നു വീക്കെൻഡിൽ. രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ദസ് ഈസ് മൈൻ ഹുണ്ട്. അത് എൻ്റെ ഡോഗാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇത് എൻ്റെ ഡോഗാണെന്ന് പറയുന്നു. ദ തേർഡ് സെൻറ്റൻസ് ദസ് വാർ ഐൻ ഷോൺ എ ടാക്ക്. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് പറയുന്നു. ഇതിൽ പ്രൊനൗൺസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കടന്നാലോ? ക്ലിയർ. ഇവിടെ ഒരു 3 വേർഡുകളെ ഇതിൽ നിന്ന് നമ്മൾ പിക്ക് ഔട്ട് ചെയ്തെടുക്കുകയാണ്. ദ ഫസ്റ്റ് വേർഡ് ഉർലൗബ് എന്ന് എഴുതിയിട്ടുണ്ട്. സ്പെല്ലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, URLAUB, ഉർലൗബ്. ക്ലിയർ. ദ സെക്കൻഡ് വൺ ഹുണ്ട്. അപ്പോൾ ഹുണ്ട് എന്ന് പറയുമ്പോൾ HUND എന്ന് പറയുന്നൊരു വേർഡാണ്. ദെൻ തേർഡ് വൺ ടാക്ക്, TAG എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതെന്താണ് പ്രൊനൗൺസിയേഷനുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതിന് മുമ്പ് നമുക്ക് ഇന്ന് കുറച്ച് ഭാഗങ്ങൾ എടുക്കുക. അതായത് ഈ അവസാനം കൊടുത്തിരിക്കുന്ന ബേ, ഡേ, ഗേ, ഈ ഒരു വേർഡുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബേ എന്ന് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ബേ. ഓക്കെ, ബേ എന്ന് തന്നെയാണ് അത് ഉച്ചരിക്കുക. ഇറ്റ്സ് ക്ലിയർ. ഇവിടെ ഈ പറയുന്ന ഡേ, ഡേ എന്ന് ഉച്ചരിക്കുന്നു. ക്ലിയർ ആണ്. ഗേ ഉച്ചരിക്കുന്നത് ഗേ. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഒരു വേറൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് ഇങ്ങനെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു വേർഡ് എന്ന് പറയുന്നത് പേ ആണ്. ഓക്കെ, ഇത് പേ എന്നാണ് നമ്മൾ നോർമലി ഉച്ചരിക്കുക. പേ എന്ന് ഉച്ചരിക്കും. പക്ഷെ അത് കുറച്ചും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ചും കൂടി എയർ ഫ്ലോ വരേണ്ട ഒരു വേർഡാണ്. അങ്ങനെ പേ എന്നാണ് നമ്മളത് ഉച്ചരിക്കുക. ക്ലിയർ. അതേപോലെ തന്നെ ഛേ എന്ന് പറയും. ഛേ എന്ന് പറയുമ്പോൾ നമ്മൾ ഛേ ഛേ, അതിലും കുറച്ച് എയർ ഫ്ലോ അവിടെ നമുക്ക് സംസാരിക്കുമ്പോൾ ആ ഒരു വേർഡ് ഉച്ചരിക്കുമ്പോൾ വരാറുണ്ട്. ദെൻ തേർഡ് വേർഡ് എന്ന് പറയുന്നത് ഖ. ഓക്കെ, ഖ എന്ന് നമ്മൾ സിംപ്ലി ഖ എന്ന് പറയും, പക്ഷെ ഇത് പറയുമ്പോൾ ശരിക്കും ഖ ഖ. അപ്പോൾ ഈ ഒരു എയർ പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ശബ്ദം വരുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. ഇതെന്താണ് ഞാൻ ഈ 2 സെറ്റിൽ പറഞ്ഞത്? ആദ്യത്തിൽ 3 എണ്ണം പറഞ്ഞു, പിന്നെ 3 എണ്ണം പറഞ്ഞു. ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ ഒരുമിച്ച് ഒരു കാറ്റഗറി ആയിട്ട് പഠിക്കുകയാണ്. ജർമ്മൻ ഭാഷയിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജർമ്മൻ പ്ലോസീവ്സ് എന്ന് പറയുന്നു. പ്ലോസീവ് എന്നാണ് അവരെ പറയുക. അപ്പോൾ ഇത് എന്താണ് ഇവിടെ നമ്മളെ ഡിഫറൻസ്, എന്തിനാണ് ഇതിവിടെ പറയുന്നത് എന്നുള്ളതിനുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ കടക്കാം. അതിനു മുമ്പ് നമുക്ക് നോക്കാം. ഇതായിട്ട് എഴുതിയിരിക്കുന്ന ബേ, ഡേ, ഗേ. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞൊരു പേപ്പർ പീസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കുക. ആദ്യം പറഞ്ഞ വേർഡ് ഞാൻ ഉച്ചരിക്കാം. അപ്പോൾ ഈ ഒരു പേപ്പറിലേക്ക് നിങ്ങൾ നോക്കണം, ഇതിൽ എന്തെങ്കിലും അനക്കം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ദ ഫസ്റ്റ് വേർഡ് നമുക്ക് വായിക്കാം, ബേ. വ്യത്യാസമൊന്നും കാണുന്നില്ല. താഴെ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് വേർഡ് ഡേ വായിക്കാം, ഡേ. നോ മൂവ്മെൻറ്റ്സ്. ദ തേർഡ് വൺ ഗേ. പറയുമ്പോഴും പ്രശ്നമൊന്നുമില്ല, പേപ്പർ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്, അതിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇനി തൊട്ടപ്പുറത്തെ വേർഡ് ഞാൻ ഉച്ചരിക്കാൻ പോവാണ്. ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ബേ. ബേ, പേ. ഈ പേ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഈ പേപ്പർ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു എയർ ഫ്ലോ പുറത്തേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് റിപ്പീറ്റ് വൺസ് മോർ, ഒന്നുകൂടി നോക്കാം. ബേ, പേ. ക്ലിയർ. ദ സെക്കൻഡ് വൺ ഡേ, ഛേ. ഛേ പറയുമ്പോൾ എന്താ സംഭവിക്കണേ? ഒരു എയർ ഫ്ലോ വരുന്നുണ്ട്, ബട്ട് നോട്ട് ലൈക്ക് പേ. പേര് അത്രയും വരുന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലൊരു ഫ്ലോ വരുന്നുണ്ട്, അല്ലേ? നോക്കിക്കേ, ഡേ, ഛേ. ക്ലിയർ. ആ ഒരു എയർ ഫ്ലോ അതിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത് നോക്കാം, ഗേ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഗേ, ഖ. ഓക്കെ, ഗേ, ഖ. ഖ എന്ന് പറയുമ്പോൾ ആ ഒരു എയറിലൂടെയാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു എന്തിനാണെന്ന് പറഞ്ഞു വെച്ചാൽ ഇതിനെ പ്ലോസീവ് എന്നാണ് ജർമ്മൻ ഭാഷയിൽ നമ്മൾ പൊതുവെ പറയാറുള്ളത്. ക്ലിയർ. അപ്പോൾ ഈ ഒരു വേർഡുകൾ കിട്ടിയല്ലോ. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ജർമ്മൻ ഭാഷയിൽ ഉപയോഗിക്കും, ഇതിലൊരു ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം എടുത്ത വേർഡുകളിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു പോകാം. ആദ്യം എടുത്ത വേർഡ് എന്തൊക്കെയായിരുന്നു? ഉർലൗബ്, ഹുണ്ട്, ടാക്ക് എന്ന് പറയുന്ന വേർഡാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴെങ്കിലും ബേ, ഡേ, ഗേ എന്ന് പറയുന്ന ഒരു വേർഡ്, ഒരു ലെറ്റർ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ അവസാനം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയണേ? റെസ്പോൺസീവായിട്ട് ബേ വരുവാണെങ്കിൽ അവിടെ പേ എന്ന് പ്രൊനൗൺസ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്?
ഡേ വരികയാണെങ്കിൽ അവിടെ ടേ എന്ന് പ്രൊനൗൺസ് ചെയ്യണം. ഗേ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ കാ എന്ന് പ്രൊനൗൺസ് ചെയ്യണം. ഇതാണ് എൻ്റെ റൂൾ. സിമ്പിൾ റൂളാണ്, ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഈ പറയുന്ന 3 ലെറ്റേഴ്സ് ഏതെല്ലാം വേർഡിൻ്റെ എൻഡിൽ വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ബേ, ഡേ, അതുപോലെ തന്നെ ഗെയിം തന്നെ എഴുതുക. പക്ഷെ അത് ഉച്ചരിക്കുമ്പോൾ നമ്മളെങ്ങനെ ഉച്ചരിക്കണം? നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചരിക്കണം. നമുക്കൊന്ന് നോക്കാം. ഇത് ഉർലാബ് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഉച്ചരിക്കുമ്പോൾ ഉർലാപ്പ്, ഉർലാപ്പ്. ആര് ശബ്ദമാണ് അവിടെ വരേണ്ടത്. സെക്കൻഡ് വൺ നോക്കിക്കേ, ഹുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, HUND, ഹുണ്ട്. പക്ഷെ അത് ഉച്ചരിക്കുമ്പോൾ ഹുണ്ട്, ഹുണ്ട്. ക്ലിയർ? ഛേ എന്ന് പറയുന്നൊരു ശബ്ദം അവിടെ വരണം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബേ എന്നുള്ളത് എഴുതുമ്പം ബേ ആയിട്ട് എഴുതിയിട്ടുണ്ട്, പറയുമ്പം അവിടെ എന്ത് ചെയ്യണം? ഭേ എന്ന് പറയുന്നൊരു ഉച്ചാരണമാണ് അവിടെ എൻഡിങ് വരുന്നത്. ഡേയുടെ എൻഡിങ്ങിൽ ഛേ എന്ന് പറയുന്നൊരു ഉച്ചാരണമാണ് അവിടെ വരുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം, ടാക്ക്. ഓക്കെ, ഇത് ടാക്ക് എന്നാ പറയേണ്ടത്, ടാക്ക്, ടാഗ് എന്നല്ല. ഓക്കെ, ആ ഒരു ഗേ അവിടെ ഉച്ചരിക്കുമ്പോൾ ഖാ പോലെ ഒരു ശബ്ദം വരിക. ഗൂട്ടൻ ടാക്ക്, ഗൂട്ടൻ ടാക്ക്. ഓക്കെ, ഗൂട്ടൻ ടാഗ് അങ്ങനെയല്ല വരിക, ഗ അല്ല, ഖ എന്നുള്ള ഉച്ചാരണത്തിലേക്ക് അത് മാറും. ഇതാണ് ശരിക്കും പ്ലോസീവിൽ വരുന്ന എന്താണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 വേർഡുകൾ, അതായത് ഈ പറയുന്ന 3 അക്ഷരങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻഡിൽ വരുന്നത് ബേ, ഡേ, ഗേ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ എൻഡ് ചെയ്യുന്നത് അത് പ്രൊനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന വേർഡ് എൻഡ് ചെയ്യേണ്ടത് ഭേ, ഠേ, ഖ എന്ന് പറയുന്ന ഉച്ചാരണത്തിലായിരിക്കണമെന്ന് മനസ്സിൽ വയ്ക്കുക. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് എൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഇനിയിപ്പം ടാക്ക് എന്ന് പറയുന്നത് ഞാനിപ്പം ഇങ്ങനെ എഴുതി വിചാരിക്കാം, ടാഗ്. അവിടെ ഉച്ചരിക്കേണ്ടത് ഗേ തന്നെയാണ്. അവിടെ നമ്മൾ ഖ ഉച്ചരിക്കാൻ പാടില്ല. കാരണം എന്താ? എൻഡിങ്ങിൽ മാത്രം എന്ത് വരുമ്പോഴാണ്? ഗേ വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ഖ ശബ്ദത്തിലേക്ക് മാറിയത്. ഇനി അപ്പുറത്ത് എന്താണ്? ഡേ കഴിഞ്ഞൊരു അക്ഷരം വരികയാണ്, ബേ കഴിഞ്ഞ് വരികയാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എൻഡിങ്ങിൽ വരുന്ന പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിലല്ല, നോർമലായിട്ട് എങ്ങനെയാണോ നേരത്തെ നമ്മൾ കണ്ട ബേ, ഡേ, ഗേ എന്ന് പറയുന്ന ഉച്ചാരണം തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഈ പ്ലോസീവ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന വേർഡുകൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ഈ ചാനലിലുണ്ട്, അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചൂസ്.